കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല. ഇന്ന് നാം ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഒളിച്ചോടുന്ന പെൺകുട്ടികൾ എന്ന വിഷയമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ ധാരാളം സഹോദരിമാർ ഇന്ന് ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സൗകര്യം ഒന്ന് വിശാലമാക്കി കൊടുത്തിട്ടുമുണ്ട്. കാരണം ഇന്ന് ഹോളിഡേയും അതോടൊപ്പം തന്നെ വിഷയത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കിയിട്ടായിരിക്കാം ആളുകൾ കൂടിയിട്ടുണ്ടാവുക. ഏതായിരുന്നാലും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പറയുന്നത് മുഴുവനും കേൾക്കുവാനും അത് കൃത്യമായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒളിച്ചോടുന്ന പെൺകുട്ടികൾ ഇന്ന് എവിടെയും ഏത് പേജ് മറിച്ചാലും, ഏത് പത്രമെടുത്ത് പരിശോധിച്ചാലും, ഏത് ഫേസ്ബുക്ക് തുറന്നു നോക്കിയാലും, ഏത് വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നു നോക്കിയാലും നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനും സാധ്യമാകുന്നത് ഒളിച്ചോട്ടത്തിന്റെ കഥകളാണ്. പ്രേമത്തിന് മതത്തിന്റെ അതിർവരമ്പുകളില്ല എന്ന് പറഞ്ഞിട്ട് അന്യമതസ്ഥന്റെ കൂടെ സ്വസമുദായത്തിൽപ്പെട്ടവന്റെ കൂടെ പോലും ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ വിഷയം പറയുമ്പോ ഇന്നാലിന്ന നാട്ടിൽ ഇന്നാലിന്ന പെണ്ണൊളിച്ചോടി പോയിട്ടുണ്ട്. ഇങ്ങനെ ഒളിച്ചോട്ടത്തിന്റെ കഥകൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ മലീമസമായ ഒരു ചുറ്റുപാടിലാണ് നാം സംഗമിച്ചതെങ്കിൽ, നാം ഒരുമിച്ചു കൂടിയതെങ്കിൽ, ഇവിടെ ഒളിച്ചോട്ടത്തിന്റെ കഥകൾ വിസ്തരിച്ചു പറഞ്ഞിട്ട് അതിനെ മോശമാക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും സ്ത്രീയെ, ഏതെങ്കിലും പെൺകുട്ടിയെ താറടിക്കാൻ ഈ ഒരു വേദി ഒരിക്കലും കാരണമാവൂല. മറിച്ച് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ ഏതാണ് എന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒളിച്ചോടി പോയ പെൺകുട്ടിയുടെ കഥകൾ പറഞ്ഞിട്ട് ഏതെങ്കിലും പെൺകുട്ടിയുടെ മോശമായ അവസ്ഥയെ സവിസ്തരം പ്രതിപാദിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ആ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടിയുടെ ഹൃദയാന്തരങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ആ പെൺകുട്ടി ഒളിച്ചോടി പോയതിന്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ കാരണങ്ങളും പ്രശ്നങ്ങളും ഏതാ എന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. കാരണങ്ങളാ കണ്ടെത്തേണ്ടത്. അസുഖങ്ങളുടെ പേര് പറഞ്ഞിട്ടോ, അസുഖങ്ങളുടെ ഗാംഭീര്യത പറഞ്ഞിട്ടോ, അസുഖങ്ങളെ പൊലിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ അസുഖങ്ങളുടെ കാരണമെന്താ, അസുഖങ്ങൾക്ക് ശമനമേതാ, അസുഖത്തിന്റെ മരുന്നേതാ എന്നത് കണ്ടുപിടിക്കലാണ് കൃത്യമായ പരിഹാരമെങ്കിലോ ആ പരിഹാരമാ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഒരു പെൺകുട്ടി ഒളിച്ചോടി പോകുന്നത് കേവലം ഇന്നലെയോ മിനിഞ്ഞാനോ പരിചയപ്പെട്ട പ്രണയത്തിന്റെ പുറത്തല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ പെൺകുട്ടികൾ പ്രണയിക്കുന്നുണ്ടോ, എത്രയോ സഹോദരിമാര് പ്രണയക്കണി വലകളിൽ അകപ്പെടുന്നുണ്ടോ. പക്ഷെ അങ്ങനെയുള്ള എല്ലാ പെൺകുട്ടികളും ഒളിച്ചോടി പോകുന്നില്ലല്ലോ. പലരും ആ പ്രണയത്തിന്റെ പാതിവഴിയിൽ വെച്ച് നിർത്തിപ്പോരുകയാ. ഒളിച്ചോട്ടത്തിലേക്ക് അവർ മുന്നോട്ട് ഗമിക്കുന്നില്ല. അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മാനസികമായ കാരണങ്ങളാ. എന്തുകൊണ്ട് പെണ്ണ് ഒളിച്ചോടി പോകുന്നു, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് അതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഉത്തരവാദിയെ കണ്ടുപിടിക്കുമ്പോ ചിലപ്പോൾ ഏറ്റവും വലിയ ഉത്തരവാദി അത് മാതാപിതാക്കളാ, സ്വന്തം ഉമ്മയും ഉപ്പയുമാ എന്ന് കൃത്യമായി പറയേണ്ടി വരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാര്യകാരണങ്ങൾ സഹിതം ഇവിടെ വിശദീകരിക്കുകയാണ്. പക്ഷേ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നീ എങ്ങനെ ഒളിച്ചോടി പോകുന്നതിന്റെ മുമ്പ് നീ ഏറ്റവും പ്രണയിക്കേണ്ട നിന്റെ അല്ലാഹനെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹത്തെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കണം. അഥവാ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തോ തന്റെ 63ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി പോകുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഹബീബിന്റെ റൂഹങ്ങ് പിടിക്കുമ്പോ റൂഹങ്ങ് പിടിച്ച് തൊണ്ടക്കുടലിലേക്ക് എത്തുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഹബീബിന് വേദന സഹിക്കാൻ
സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുകയാ, ഹൽ അസ്റായീൽ, മരണത്തിന് ഇത്രയും വേദനയുണ്ടോ? ഈ മരണത്തിന്റെ വേദന സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ അസ്റായീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത്രയും മൃദുലമായി ഞാനൊരു റൂഹിനെ വേറെ പിടിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ റൂഹ് പിടിക്കുമ്പോൾ എനിക്ക് എത്ര വേദനിക്കുന്നുണ്ടെങ്കിലും എന്റെ സമുദായത്തിന്റെ റൂഹ് പിടിക്കുമ്പോ, അഥവാ ഈ പറയുന്ന എന്റെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ശ്വാസത്തിൽ പോലും ഉമ്മത്തിയ ഉമ്മത്തിയ ഉമ്മത്തി, എന്റെ സമുദായമേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുപോയ എന്റെ സമുദായത്തിന്റെ മരണവേദനയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ടു പോയ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് നിന്റെ പ്രണയത്തിന്റെ ജാലകങ്ങൾ തുറന്നു വെക്കേണ്ടതെങ്കിലോ ആ പ്രിയപ്പെട്ട പ്രവാചകനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അള്ളാന്റെ ഹബീബിന്റെ തത്വസംഹിതകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അറബിക്കടലിന്റെ അലമാലകളിലേക്ക് തള്ളിയിട്ടിട്ട് നീ ഏത് കാമുകന്റെ പിന്നാലെയാ സഞ്ചരിക്കുന്നതോ? ഏത് കാമുകനാ നിനക്ക് സന്തോഷം പകരുന്നത്? ഓർത്തോ പെങ്ങള്, നീ കാമുകന്റെ പിന്നാലെ കടന്നു ചെന്നാൽ നിന്നെ കാത്തിരിക്കുന്നത് മഹാദുരന്തമാ. അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, അതാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ വിഷയം കേൾക്കുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇസ്ലാം നിനക്ക് എത്രമാത്രം സ്ഥാനം നൽകിയിട്ടുണ്ട് എന്ന്. 7-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തില് പെണ്ണാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോട് കുടിച്ചു മൂടുന്ന കാലമാ. ഇത് വെറുതെ പറഞ്ഞതല്ല. ഇസ്ലാമിന്റെ 2ാമത്തെ റിപ്പബ്ലിക് നായകനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു സായാഹ്ന നേരത്ത്, വൈകുന്നേര നേരത്ത് തന്റെ കൂട്ടുകാരുമായി വട്ടം കൂടിയിരുന്നിട്ട് സൊറ പറയുകയാ. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയുകയാ. ആ സമയത്ത് ഓരോ സ്വഹാബികളും അവരുടെ പഴയ അവസ്ഥകളെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുമ്പോ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, സ്വഹാബികളെ, എനിക്കൊരു അനുഭവം പറയാനുണ്ടോ, എനിക്കൊരു കഥ പറയാനുണ്ടോ, എന്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയൊരു കഥ പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കേൾക്കണം, നിനക്ക് എത്രമാത്രമാ ഇസ്ലാം സ്ഥാനം നൽകിയതെന്നറിയാൻ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന കഥയൊന്ന് കേൾക്കണേ. ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബികളെ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് എനിക്കൊരു പെൺകുട്ടി ജനിച്ചിരുന്നു. പക്ഷേ പെണ്ണിന്റെ ജനനം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പെണ്ണിന്റെ ജനനം അപശകുനമായിട്ട് കണ്ടിരുന്ന കാലഘട്ടമായിരുന്നത്. പെണ്ണിന്റെ പിതാവെന്ന് പറഞ്ഞാൽ അത് അപമാനമാ. നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു പെണ്ണിന്റെ പിതാവാ എന്ന് പറയുന്നത് അപമാനമായി കണ്ടിരുന്ന കാലമാ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള വീരനും വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായിരുന്ന ഈ ഉമർ ഒരു പെണ്ണിന്റെ പിതാവാണെന്ന് പറയാൻ അന്ന് നന്നേ ലജ്ജിച്ചു പോയിരുന്നു. പക്ഷേ തന്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ആ ഭാര്യ ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. പക്ഷേ വർഷങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ ആ കുഞ്ഞുമോൾക്ക് ഏകദേശം 5ഓളം വയസ്സെത്തിയപ്പോ എന്റെ മനസ്സനുവദിച്ചില്ല. ഈ അപമാന ഭാരം പേറിയിട്ട് നടക്കാൻ എനിക്ക് കഴിയൂല എന്ന് കരുതിയിട്ട് എന്റെ ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ എന്റെ 5 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യും പിടിച്ചിട്ട് നടക്കുകയാ. എവിടേക്കാ നടന്നു പോകുന്നതെന്നറിയോ? ഈ അപമാന ഭാരത്തങ്ങ് കഴുകിക്കളയാനാ, ഇതിനെ അങ്ങ് നശിപ്പിക്കാനാ. ആരാരുമില്ലാത്ത മരുഭൂമി
മരുഭൂമിയുടെ മരുപ്പറമ്പിലേക്ക് നടന്നു പോവുകയാ. ആരാരുമില്ലാത്ത വിജനമായ മരുഭൂമിയിലെത്തിയപ്പോ വലിയ കുഴി കുടിക്കുകയാ. ഈ കുഞ്ഞുമോളെ കുടിച്ചു മൂടാനുള്ള കുഴിയാ. ഉമറദാ കഥ പറഞ്ഞു കൊടുക്കുകയാ. ഇത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് നടന്ന കഥയാ. ആ ഉമറങ്ങ് കുഴിയങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുഴി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മണലിങ്ങനെ പാറി വന്നിട്ട് ആ മരുഭൂമിയുടെ മണ്ണ് പാറി വന്നിട്ട് ഉമറിന്റെ താടിരോമത്തിൽ പറ്റിപ്പിടിച്ചപ്പോ ഇതൊക്കെ കുറച്ചകലെ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമോൾ ഓടി വരികയാ. എന്നിട്ട് ഉമറിന്റെ താടിരോമത്തിലുള്ള മണ്ണങ്ങ് തട്ടി മാറ്റിക്കൊടുക്കുകയാ. ഉപ്പാന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ മണ്ണങ്ങ് മാറ്റിക്കൊടുക്കുകയാ. പക്ഷേ ഉമറിന്റെ മനസ്സ് മാറുന്നില്ല. ഉമറിന്റെ മനസ്സ് മാറുന്നില്ല. ഉമറിന്റെ മനസ്സ് പാറ പോലെ ഉറച്ചു നിൽക്കുകയാ. അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഉമറങ്ങ് കുഴിച്ചു ഈ കുഞ്ഞുമോള് കുഴിച്ചു മൂടേണ്ട പാകത്തിൽ കുഴിയങ്ങ് രൂപപ്പെട്ടപ്പോ ആ കുഞ്ഞിനോട് പറയുകയാ, മോളെ ഇതിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുകയെന്ന്. തന്റെ പിതാവല്ലേ പറയുന്നതെന്ന് കരുതിയിട്ട് ആ കുഞ്ഞുമോള് മറുത്തൊന്നും ചിന്തിക്കാതെ ആ കുഴിയിലേക്ക് എടുത്തു ചാടുകയാ. പക്ഷേ ആ സമയത്ത് ഉമറ് ധൃതിയിലതാ ആ കുഴിയങ്ങ് മൂടുകയാണ്. മണലങ്ങ് വാരിയെറിയുകയാ. ആ കുഴിയങ്ങ് മൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലേക്ക് മണ്ണങ്ങ് തെറിച്ചു വിടുന്ന നേരത്ത് ആ കുഞ്ഞുമോള് സങ്കടത്തോടെ വിളിച്ചില്ലേ, ഉപ്പാ എനിക്ക് പേടിയാകുന്നുപ്പാ, എനിക്ക് പേടിയാകുന്നുപ്പോ എന്ന് പറഞ്ഞപ്പോഴും ഉമർ ചെവി കൊണ്ടില്ല. ഉമർ അത് കേട്ട പാപം നടിച്ചില്ല. ഉമറങ്ങ് കുഴിയങ്ങ് മൂടാൻ തുടങ്ങി. അങ്ങനെ മൂടി ആ കെടുത്തോളം മണലെത്തിയപ്പോഴും കുഞ്ഞുമോള് പൊട്ടിക്കരയുകയാ. ഉപ്പോ എനിക്ക് പേടിയാകുന്നു ഉപ്പാ എന്ന് പറഞ്ഞിട്ടും ഉമറിന്റെ മനസ്സ് മാറിയില്ല. ആ ഉമർ കുഴിയങ്ങ് മുഴുവനായിട്ട് മൂടുന്നു. ഉമറദാ ഈ കഥ പറഞ്ഞിട്ട് തന്റെ കൂട്ടുകാരോട് പറയുകയാണ്, ഞാൻ ആ കുഴിയങ്ങ് മൂടിയിട്ട് തിരിച്ചു വന്നതാ. പിന്നീട് ഞാൻ അങ്ങോട്ട് മടങ്ങിപ്പോയിട്ടില്ല. ആ മരുഭൂമിയുടെ കുഴിയിലും അസ്ഥിപഞ്ചരമായി എന്റെ കുഞ്ഞുമോള് മാറിയിട്ടുണ്ടാകും. വലിയ തെറ്റാണല്ലോ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഉമറദാ വല്ലാതെ സങ്കടപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണേ, ഇസ്ലാമിന്റെ ആ പ്രഭ കടന്നു വരുന്നതിന്റെ മുമ്പ്, അള്ളാന്റെ ഹബീബിന്റെ പ്രബോധനം നടക്കുന്നതിന്റെ മുമ്പ് പെണ്ണാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോടെ കുടിച്ചുകൂടുന്ന കാലഘട്ടമാ. പക്ഷേ ആ സമയത്താണ് പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട്, പെണ്ണിന്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട്, സ്ത്രീ ശാക്തീകരണമായിട്ട് ആ സ്ത്രീയുടെ വില എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ലോകത്തിന്റെ മുത്തേ ഏറ്റവും വലിയ സ്ത്രീ വിമോചകനായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. ആണുങ്ങളെ അറിഞ്ഞോ, ആണുങ്ങളെ അറിഞ്ഞോ, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവനാരാ, നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യനാരാ, നിങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാന്യനാരാ, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവനാരാ. ഖിയാറുക്കും ലിനിസാഇഹിം. ഭാര്യമാരോട് സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാ, സ്ത്രീകളെ വിലമതിക്കുന്നവനാ, സ്ത്രീകളുടെ മൂല്യം തിരിച്ചറിയുന്നവനാ, സ്ത്രീകളോട് മാന്യമായി സംസാരിക്കുന്നവനാ, സ്ത്രീകളുടെ അഭിമാനത്തെ ഇല്ലാതാക്കാൻ, ആ അഭിമാനത്തെ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ്. ആണുങ്ങളുടെ കൂട്ടത്തില് നല്ലവനെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാ, പെങ്ങള് നിങ്ങളോട് മാന്യമായി പെരുമാറണേ എന്ന് വിശുദ്ധ ഖുർആൻ ആണുങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ. സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നോ, ഭാര്യമാരോട് മാന്യമായി പെരുമാറണമെന്നോ. പക്ഷേ ഇന്ന് ഡൽഹിയുടെ തെരുവ് വീതികളിൽ പോലും പെണ്ണിന്റെ മാനത്തെ പിച്ച് ചീന്തപ്പെടുകയാ. ഡൽഹിയുടെ തെരുവോരങ്ങളിലും ബസിന്റെ അകത്തളങ്ങളിൽ
പോലും പട്ടാപ്പകല് പെണ്ണിന്റെ മാനത്തെ പിച്ച് ചീന്തുമ്പോ തന്റെ മാതാവിനെ ബലാത്കാരം ചെയ്യുന്നതിന് തടയുന്ന ആ പെൺകുട്ടിയുടെ ബസ്സിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ അങ്ങനെയുള്ള അപമാന ഭാരം പേറി നടക്കുകയാണ് നമ്മുടെ രാജ്യമെങ്കില്. ഇങ്ങനെ പെണ്ണിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ മൃഗീയമായ കാലഘട്ടമാണിതെങ്കില് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ, ഹദീസിന്റെ വചനാമൃതങ്ങൾ ഓർത്തു വെച്ചോ. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്ന് ഇനി ഹബീബ് പറഞ്ഞൊരു വാക്കുകൾ